ഹലോ മച്ചാമാരെ, എന്തുണ്ട് വിശേഷം? വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണം എന്തെന്ന് വെച്ചാൽ സാൻഡ്രോയുടെ ടൈമിംഗ് ആണ്. ടൈമിംഗ് ബെൽറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, എങ്ങനെ മാർക്ക്, എങ്ങനെയാണ് എല്ലാം പറഞ്ഞുതരാം. അതുകൂടാതെ ഓയിൽ ലീക്ക് ആയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ടൈമിംഗ് ബെൽറ്റും കൂടെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് എങ്ങനെ ചെയ്യാം എളുപ്പത്തിൽ, അതിൻ്റെ മാർക്കും അതിൻ്റെ ഓരോ രീതിയും എന്തൊക്കെ അയക്കണം, എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് കാണിച്ചുതരാം ഗായ്സ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗായ്സ്. നമ്മളിന്ന് സാൻഡ്രോയുടെ ടൈമിംഗ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഓയിൽ ലീക്ക് ആയിട്ടാണ് ടൈമിംഗ് ചെയ്യണത്. ടൈമിങ്ങിൻ്റെ ഓയിൽ സീൽ, ക്രാങ്ക് ഫ്രണ്ട് ഓയിൽ സീലാണ് മാറാൻ പോണം. അത് മാറണമെങ്കിൽ ടൈമിംഗ് ബെൽറ്റൊക്കെ മാറേണ്ടി വരും, ഇളക്കേണ്ടി വരും ഗായ്സ്. ഇത് സാൻഡ്രോ ആണ് കേട്ടോ വണ്ടി. അപ്പം ഇതിൻ്റെ ഓയിൽ സീൽ ലീക്കാണ് ടൈമിംഗ് സൈഡിൽ. അപ്പം ഇതിൻ്റെ മെയിൻ ബോൾട്ട് ഊരിയപ്പം കണ്ട അവസ്ഥയാണ്, മൊത്തം ഓയിൽ. നമുക്ക് ഇതിൻ്റെ അവസ്ഥ കാണാം, ഇത് ഊരുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. മൊത്തം ഓയിൽ നനഞ്ഞ് കൂന്നടക്കണം. ഒഴിക്കണ ഓയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം അപ്പോഴേ തന്നെ കളയും. കണ്ടില്ലേ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ ബോൾട്ട് ഉണ്ടല്ലോ, ആ ബോൾട്ട് ആറെണ്ണം ഉണ്ട്. ആറ് ഊരുമ്പം അറിയാൻ പറ്റും. ലീക്ക് തന്നെ ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും എങ്ങനത്തെ ലീക്കാണെന്ന്. ഇത് ഊരി അറിയാൻ പറ്റും. സീല് ഊരിക്കിടക്കുകയാണ്, മിക്കവാറും ഊരിക്കിടക്കുകയായിരിക്കും. അമ്മാതിരി ലീക്കാണ്. ഇത്ര കാര്യങ്ങളാണ് ഇളക്കിയത്. ഹെഡ്ലൈറ്റ് ഇളക്കണം, ഇവിടുത്തെ ബോൾട്ട് ലൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിന് കൈ കയറാൻ പാടാണ്, നല്ല ഗ്യാപ്പ് കുറവാണ്. അപ്പം മാക്സിമം ഊരി മാറ്റി ചെയ്യാനാണ് എളുപ്പം. എന്തൊക്കെ ഊരി മാറ്റാൻ പറ്റുമോ അത്രയും ഊരി മാറ്റുക. ഞാൻ വേറെ ഒന്നും മാറ്റിയില്ല. ഈ വയറിങ്ങിൻ്റെ കപ്ലെയർ ഇവിടെ വന്നത് ഊരി മാറ്റിയിട്ടുണ്ട്. പിന്നെ എയർ ഫിൽറ്റർ ഊരി മാറ്റിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഊരി മാറ്റിയിട്ടുണ്ട്. പിന്നെ ടയർ, പിന്നെ ഇത്രയും ഊരി മാറ്റിയാൽ മാറാൻ പറ്റും. വേറെ ഒന്നും ഇളക്കേണ്ടി വരില്ല. ഇനി നമുക്ക് ടൈമിങ്ങിൻ്റെ കവർ ഊരി നോക്കാം എങ്ങനെയാണ് ലീക്ക് ആവണേന്ന്. എന്നുവെച്ചാൽ ഓയിലാണെങ്കിൽ മൊത്തത്തിൽ നനഞ്ഞടക്കുകയാണ്. ഇവിടെയൊക്കെ നനഞ്ഞടക്കുകയാണ്. അത് അടിച്ച് കറങ്ങിയിട്ട് ഇങ്ങനെ ഒലിച്ചു വന്നതാണ്. എന്നെ ഇവിടെ കടന്നുകൊണ്ട് ഞാൻ ആദ്യം ഓയിൽ ഫിൽറ്റർ നോക്കി, ഓയിൽ ഫിൽറ്റർ ലീക്കില്ല. പിന്നെ ഓയിലിൻ്റെ പ്രഷർ സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് കൊണ്ട് ലീക്ക് വരും ഇതുപോലെ. അത് രണ്ടും ലീക്കാണോ നോക്കിയിട്ടാണ് ടൈമിങ് ഇളക്കണം. പിന്നെ ടൈമിങ് ലീക്കാണെന്ന് ഉറപ്പിക്കാൻ കാരണം ഈ ഓൾട്ടർനേറ്ററൊക്കെ നനഞ്ഞടക്കുകയാണ്, ഈ ബാക്ക് വശം. അപ്പോൾ ഈ കറങ്ങണ ഭാഗം അതായതുകൊണ്ട് അറിയാൻ പറ്റി. പിന്നെ ക്രാങ്ക് റിയർ ലീക്കുണ്ട്, അത് ഒലിച്ച് വന്നതാണെന്ന് അറിഞ്ഞൂടാ. ലാസ്റ്റ് നോക്കാം, ഇത് മാറിയിട്ട് ലീക്ക് ഇങ്ങനെ നോക്കാം. ഇത് അങ്ങനെയാണെങ്കിലും ഇത് വലിയ ലീക്കല്ല. ഇതെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ അങ്ങനെ ഒലിച്ച് വീഴുന്നുകൊണ്ടിരിക്കുകയാണ്. ഒഴിക്കണ ഓയിൽ ഇത് തുറന്ന് എങ്ങനെ ലീക്കാവോ അതുപോലെയാണ് ഇവിടെ ലീക്കാവണം. ഇങ്ങനെ ലീക്കാവൂല, ഇങ്ങനെ അടിച്ച് കറങ്ങിയിട്ട് ഈ ചുറ്റിന് ഇങ്ങനെ ഒലിക്കും. ഇങ്ങനെ കിടന്ന് ക്രാങ്ക് കേസ് മൊത്തം ഇങ്ങനെ കറങ്ങിയിട്ട് ഒലിച്ച് കളയും ആണ് അവസ്ഥ. കാണുമ്പോൾ തന്നെ അറിയാം. മുകളിലത്തെ സീലും താഴത്തെ സീലും മാറുമ്പോൾ രണ്ടും മാറണം. ഇപ്പോൾ ഒരു സീല് ലീക്കാണെങ്കിലും രണ്ട് സീല് മാറണമായിരിക്കും ബെറ്റർ. പിന്നെ ഈ വണ്ടിക്ക് കൈ കയറാൻ പാടെന്ന് വെച്ചാൽ നല്ല പാടാണ്. അതുകൊണ്ട് ഇപ്പം മാക്സിമം ഇളക്കി ആസിഡ് ബെൽറ്റ് ഊരി ആൾട്ടർനേറ്റർ പോയിട്ടിട്ട് പുള്ളിയൊക്കെ ഊരി മാറ്റി. പിന്നെ ഇതിന് പുള്ളിയുടെ ബോൾട്ട് നല്ല ടൈറ്റ് ആയിരിക്കും. ഇളക്കാൻ അതിന് തന്നെ സമയം എടുക്കും. നമുക്ക് ടൈമിങ്ങിൻ്റെ കവർ ഊരി നോക്കാം. അങ്ങനെ ടൈമിംഗ് കവർ ഊരി എടുത്ത കേട്ടോ, കണ്ടല്ലോ ലീക്ക് മൊത്തം നനഞ്ഞ് അതിൻ്റെ റബ്ബറൊക്കെ പെരുവി ഫോണൊക്കെ പൊട്ടിയാണ് ഊരി വന്നത്. ഈ വെച്ചാൽ ബോൾട്ട് അകത്തോട്ടായിപ്പ് ഊരിയെടുക്കാൻ പറ്റില്ല, പൊട്ടിച്ചെടുക്കാനേ പറ്റുള്ളൂ. പൊട്ടിച്ചെടുത്തില്ല, പൊട്ടി വന്ന് വെറുതെ ഊരി കിടന്നു. ഇവിടെ പിടുത്തമില്ലല്ലോ, അതിൻ്റെ ഇതില്ല. ഇതേപോലത്തെ വളയ സ്ലീവ്. ടൈമിങ്ങിൻ്റെ കവർ ഊരിയാട്ടാ. ഇതാണ് ക്രാങ്ക് സെൻസർ. ഈ വണ്ടിക്ക് ഇവിടെയാണ് പറഞ്ഞത്. ഇത് മൊത്തം ഓയിലായോണ്ട് അയ്യോ
പൊളിച്ചടക്കണം കേട്ടോ. ഇത് തന്നെ എല്ലാം തിരിച്ചിടാന്ന് പറയാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ എത്ര ദിവസം ഓയിൽ ഇങ്ങനെ ബെൽറ്റിനൊക്കെ ഇതായിക്കണം, ഓയിൽ കയറിയിട്ട് വലിഞ്ഞ് കാണാം. ടൈമിങ് ബെൽറ്റ് അല്ലേ, മുകളിലത്തെ സീലാണ് ലീക്ക് കേട്ടാ. മുകളിൽ നിന്ന് താഴെ ലീക്ക് കാണും, മുകളിൽ നിന്ന് ഒലിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് എന്തായാലും ഓയിൽ ഇങ്ങനെ പോകൂല, മുകളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് വന്നിട്ടുണ്ട്. നോക്കാം വേറെ വല്ലതും പോയിട്ടുണ്ടാകുന്നു. ഈ ടൈമിങ് ബെൽറ്റ് ഇളക്കും മുമ്പ് നമ്മൾ ടൈമിങ് സെറ്റ് ചെയ്യണം. ഇതിന്റെ മാർക്ക് എന്ന് വെച്ചാൽ തുടച്ചിട്ട് കാണിച്ചുതരാം. നമ്മൾ ക്രാങ്ക് സെൻസർ ഊരി മാറ്റി കേട്ടോ. ഈ 210 ബോൾട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് സെൻസർ. അപ്പോൾ ഈ 210 ബോൾട്ട് ഊരിയാ ഇത് മാറ്റി. ഈ സെൻസർ ഈ ബെൽറ്റിലായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യില്ല. ടച്ചിങ് ആയ ആ ബെൽറ്റ് പൊട്ടുമ്പോൾ കാണിക്കും. പിന്നെ സെൻസർ കംപ്ലൈന്റ് ആണ്, അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് സെൻസർ. തുടച്ചിട്ട് ഇതിനൊരു ഡോട്ട് ഉണ്ട്, ഇതാണ് ഡോട്ട്. ഈ 2 എല്ലയുടെ നടുക്കാണ് ഡോട്ട് പറഞ്ഞത്. എല്ലാ മാർക്ക് വയ്ക്കാൻ പാടില്ല, എല്ലാവരും 2ന്റെ നടുക്കാണ്. എല്ലാം വെച്ചിങ്ങനെ വെച്ചാൽ 2 എല്ലാവരും നടുക്കൊരു ചെറിയ ഡോട്ട് ഉണ്ട്, കണ്ട. ആ ഡോട്ട് അതിന്റെ ഇഞ്ചിന്റെ കേസ് ഉണ്ടല്ലോ, അതിലൊരു ചെറിയ മാർക്ക് വരും. കാണാൻ പറ്റണ? ഇപ്പം കാണാനില്ല, കണ്ടില്ലേ ഈ സംഭവം. ഈ ആരോ ഈ ഡോട്ട് കറക്റ്റായിട്ട് വയ്ക്കണം. ഇത് 1ലും വെക്കാൻ പറ്റും, 4ലും വെക്കാൻ പറ്റും. ഇപ്പം 1ാമത്തെ പിസ്റ്റൺ ടോപ്പിലാണെങ്കിൽ ഇങ്ങനെ നിൽക്കും, 4ാമത്തെ ആണെങ്കിൽ അങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ടോപ്പിൽ ക്യാമിൽ ഒരു മാർക്കുണ്ട്, അത് കറക്റ്റ് എങ്ങനെയാവും അത് ഇവിടെ വരണം. മനസ്സിലായ? എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം കറക്കുമ്പം ഇപ്പം നിൽക്കണില്ലേ, ഇപ്പം 1ാമത്തെയാണോ 4ാമത്തെയാണോ അറിഞ്ഞൂടാ. എന്നാൽ ടോപ്പിൽ മുകളിൽ ക്യാമിന്റെ മാർക്ക് നോക്കണം, അത് എങ്ങനെയാണ് നിൽക്കണത്. ഇപ്പം 4ആകുമ്പോൾ ക്യാമിലെ മാർക്ക് മാറും, തിരിച്ച് ഇപ്പുറത്ത് ഓപ്പോസിറ്റ് വരും. 1ാമത്തെ പിസ്റ്റൺ ഇതേപോലെ തന്നെ നിൽക്കും, മുകളിൽ കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും. ആ രീതിക്ക് സെറ്റ് ചെയ്യണം. ഞാൻ കാണിച്ചുതരാം. മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് കേട്ടാ. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് തിരിച്ച് കറക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് കറങ്ങുമ്പോൾ മുകളിൽ നോക്കിയിട്ട് കറക്റ്റ് സെറ്റ് ചെയ്ത് കാണിച്ചുതരാം. നമ്മൾ ടൈമിംഗ് സെറ്റ് ചെയ്യാതെ ഊരണ മെനക്കേടാണ്. ഇപ്പം ഇഞ്ചിൻ പൊളിക്കാണ് ടൈമിംഗ് സെറ്റ് ചെയ്യണ്ട, എന്തായാലും പൊളിച്ച് ചെയ്യല്ലേ. ഈ ചെറിയ ബെൽറ്റിന് ഈ സീലിന് വേണ്ടി ടൈമിംഗ് സെറ്റ് ചെയ്തിട്ട് ഇളക്കണമെങ്കിൽ പെട്ടെന്ന് മുറുക്കാൻ പറ്റും. പിന്നെ ക്രാങ്ക് ലോക്കെ സ്കൂട്ടർ ഫ്ലൈ വീൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. സാധാരണ ഇങ്ങനെ ഇതിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റൂല. അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അപ്പം ഫ്ലൈ വീൽ ലോക്കായിരിക്കും. കറക്റ്റ് ടോപ്പിൽ തന്നെ നിൽക്കണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് സിലിണ്ടർ തന്നെ, 4ാമത്തെ സിലിണ്ടർ അല്ല. ഈ ടൈമിങ് കണ്ടില്ലേ, ഇതാ ഈ ഒരു വെട്ട് കാണാൻ പറ്റണ. ഈ ഒരു വെട്ട് കണ്ടില്ലേ, ഇതാ ഇതിലോട്ട് കണ്ടില്ലേ, ഈ ഇങ്ങനത്തെ ആരോ കണ്ടില്ലേ, ആരോ ഈ വെട്ട് സെയിം ആയിരിക്കണം. ശകലം അവിടെ കറങ്ങാണ്ടല്ലോ, അത് കറങ്ങുമ്പോൾ ഈ വെട്ട് ഇത് കറക്റ്റാവും. അപ്പം 4ാമത്തെ സിലിണ്ടർ ആണെങ്കിൽ അവിടെ കറക്റ്റ് ആയിരിക്കും. ഈ വെട്ട് എവിടെ പോകുമെന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡ് കറക്റ്റ് ഇങ്ങനെ വരും. ഇവിടെ ഇല്ലല്ലോ സംഭവം ആരോ. അപ്പം ടൈമിങ് മാറി. കറക്റ്റ് ടൈമിങ് ഇതാണ്. 1ാമത്തെ സിലിണ്ടർ ടോപ്പിലും ക്യാം ഫസ്റ്റ് സിലിണ്ടറോ ഇതാണെങ്കിൽ ഇത് സെയിം ആണ്. ജസ്റ്റ് അഡ്ജസ്റ്റ് ആവാനേ ഉള്ളൂ, ടൈമിങ് കറക്റ്റാണ്. പിന്നെ ഈ ഗാഡി കണ്ടില്ല, ടോപ്പ് വന്ന് നിൽക്കും. പിന്നെ ഇവിടെ മാർക്കില്ല, ഇത് നോക്കണ്ട. ഇത് ജസ്റ്റ് ഒന്ന് കറങ്ങി പോവാതിരിക്കാനുള്ള ഗാഡിയാണ്. നമ്മൾ ഈ വെട്ട് നോക്കിയത്, ഈ വെട്ട് ഇതിൽ കറക്റ്റായിട്ട് മൈനോട്ടായിട്ട് വയ്ക്കണം. അപ്പം കറക്റ്റ് ടൈമിങ് സെറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ ബോൾട്ട് ലൂസ് ചെയ്യണം കേട്ടാ, ക്രാങ്ക് ലോക്ക് ആയിട്ട്. സീല് ലീക്ക് ആയതുകൊണ്ട് ടൈമിംഗ് ബെൽറ്റ് മാറാൻ ഇത് ഊരേണ്ട ആവശ്യമില്ല. സീലായതുകൊണ്ടാണ്. സീൽ ഊരണമെങ്കിൽ ഈ സംഭവം ഊരണമല്ല, അതിനുവേണ്ടി ലൂസ് ചെയ്തിട്ടുണ്ട്. സാറ് നമുക്ക് കറക്കി കൊടുക്കാം. കുറച്ചും കൂടെ കറങ്ങുന്നുണ്ട് കേട്ടോ. സെറ്റായില്ല. അതിന്റെ ഈ ഹോളിന്റെ സ്ട്രൈറ്റ് ആണ് ഈ സംഭവം വന്നത്. ഒരു വള പിന്നെ ഒരു വെട്ട് കണക്കണ്ടില്ലേ, ഇപ്പോഴും കറക്റ്റായി. നമ്മൾ ഈ ക്യാമറ നോക്കാൻ പോണു കേട്ടാ. ഈ ഹോളും ഇതുമായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കണം. എന്നാൽ ഈ ഹോളിന്റെ ഓപ്പോസിറ്റുള്ള ഗാഡിയാണ് ആ ചെറിയ വെട്ട് കണ്ടില്ലേ, ആ വെട്ടിന്റെ അവിടെ വെച്ച് നോക്കിയത്. നമ്മൾ കാണുമ്പോൾ ഈ മഞ്ഞയുടെ നേരെയായിട്ട് നമുക്ക് തോന്നും. അത് ക്യാമറ വീഡിയോ എടുക്കുന്ന രീതിയിൽ കുഴപ്പമാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ
സെയിം ആണ് കേട്ടോ, ആ ഹോള് തന്നെ, മഞ്ഞ അല്ല. ഈ മഞ്ഞയുടെ നേരെ പറഞ്ഞത് അതിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഗൈസ്, പറഞ്ഞാൽ മനസ്സിലാക്കുക. കറക്റ്റ് വെക്കുമ്പം ഇവിടുത്തെ ടൈമിങ് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പം ഇവിടുത്തെ ടൈം പക്കായിരിക്കും. ക്യാമറ കാണുന്നോണ്ടാണ് എനിക്കും ക്യാമറ നോക്കുമ്പം വ്യത്യാസം തോന്നുന്നത്. നമ്മള് കൈകൊണ്ട് അല്ലാതെ മാനുവലായിട്ട് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കറക്റ്റാണ് കേട്ടാ. അപ്പൊ നിങ്ങള് ഞാൻ പറഞ്ഞ പോലെ ഈ ഗാഡി ഇതുമായിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. സ്റ്റീക്കിൽ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അല്ല, ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കുമ്പം പക്ക കറക്റ്റ് കണ്ടില്ലേ. ക്യാമറ നോക്കുന്ന കുഴപ്പമാണ്, നമ്മള് കറക്റ്റ് തന്നെയാണ്. താഴത്തെ ടൈം കറക്റ്റാകുമ്പോൾ മുകളിലത്തെ ടൈം കറക്റ്റ്. സ്റ്റാർട്ടായിക്കൊണ്ടിരുന്ന വണ്ടിയല്ലേ, സെറ്റ് ചെയ്യുമ്പം ഇത് കണക്ക് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ നോക്കുക. അല്ലെങ്കിൽ കറക്റ്റ് കണ്ണുകൊണ്ട് നോക്കിയാൽ മതി. ക്യാമറ നോക്കണോണ്ടാണ് ഇങ്ങനെ നമുക്ക് ഡിഫറൻസ് കാണിക്കണം. ഈ ഗാഡിയും ഇതും കറക്റ്റാണ്. ഇത് സെറ്റ് ചെയ്യുമ്പം ഇത് വെച്ച് തന്നെ സെറ്റ് ചെയ്യുക. അപ്പം ഊരാ നമുക്ക് ബെൽറ്റ്. അപ്പം നമുക്ക് ടൈമിങ് ബെൽറ്റ് ഊരിയെടുക്കാം. അതിന് വേണ്ടി ഇതാണ് അതിൻ്റെ ടെൻഷനർ. ഒരു ബോൾട്ടേ ഉള്ളൂ. ആ ഒരു ബോൾട്ട് ലൂസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ടെൻഷനറിങ് വെച്ചാൽ ഇത് എങ്ങനെ ടൈറ്റ് ആണെന്ന് വെച്ചാൽ ഈ സ്പ്രിങ്ങിലാണ്. അപ്പോൾ ഈ സ്പ്രിങ് എടുത്തിട്ടിട്ടാണ് ടൈറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ സ്കൂട്ടർ ഇട്ട് തെന്നി കൊടുത്താൽ മതി കേട്ടോ. ഇത് ഈ സ്പ്രിങ് ഊരിയാൽ മതി, ഇത് ലൂസാവും. ഊരിയെടുത്തപ്പം തന്നെ ടെൻഷനറിൻ്റെ സ്പ്രിങ് ഊരിയപ്പം തന്നെ ഇങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ തന്നെ ഇടണം. ഒരെണ്ണം ഈ ഗാഡിയിൽ, ഒരെണ്ണം ഇവിടെ. ഇതാ ഓയിൽ ലീക്ക് ആവണുണ്ടല്ലേ, ആ ടെൻഷൻ്റെ ഇടയിൽ കെട്ടി നിന്ന ഓയിൽ. നമ്മളെ ബോൾട്ട് ലൂസ് ചെയ്തത് ഉണ്ടായ സംഭവമാണ്. ബെൽറ്റ് ലൂസായ കേട്ടാ. ഇതാണ് അവസ്ഥ, കണ്ടില്ലേ. ഇതില് കണ്ടില്ലേ ഒരു ഹോള് കണ്ടില്ലേ, ആ ഹോള് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഹോളില് ഇട്ടാൽ മാത്രമേ ഈ സ്പ്രിങ് ഇട്ടിട്ട് കാര്യമുള്ളൂ. ആ ഹോളില് കയറിയിട്ട് ഈ സ്പ്രിങ് ടെൻഷനാവും. അങ്ങനെയാണ് ഈ ഹോള് കയറാൻ. അവിടെ ഒരു ചെറിയ ഗാഡി ഉണ്ട് കണ്ടാ, ആ 10-ന്റെ ബോൾട്ടിൻ്റെ അടുത്ത്. ആ ഗാഡിയിൽ കറക്റ്റായിട്ട് കയറണം. അത് ശ്രദ്ധിക്കണം കേട്ടാ എല്ലാവരും. ഇത് കണ്ടിട്ട് എന്തിന്റെ ലീക്കാണോ എന്തോ, സീലെന്ന് പറഞ്ഞാണ് ഇളക്കിയത്. സീലായിരിക്കട്ടെ എന്ന് വിചാരിക്കാം. ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ എവിടെ നിന്നാണ് ലീക്കാണെന്ന്. സീല് ലീക്ക് ഉണ്ടെങ്കിൽ സീല് മാറുക. അങ്ങനെ ബെൽറ്റ് ഊരി. ബെൽറ്റ് പോയാട്ടാ. കണ്ടില്ലേ, പ്രസ് ചെയ്യുമ്പോൾ ഒടിയാണ് അവിടെ, എല്ലാം ഒടിയ തന്നെ. പരുവായി മാറാനുള്ള ഒരു ടൈമായി. ഇനി ഇത് ഇട്ട് നമ്മൾ ഓവർ ടൈറ്റ് ചെയ്യുമ്പം പൊട്ടും. ഒരു തീത്തളവി അത് ടൈമിങ് മാറും. അതുകൊണ്ട് ബെൽറ്റ് മാറിയായിരിക്കും നല്ലത്. ബെൽറ്റും ടെൻഷനറും 2 സീലും മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഡീസലൊക്കെ ഇട്ട് കഴുകി ഇറക്കിയാ നീറ്റാ. അതായിരിക്കും ബെറ്റർ. അപ്പൊ നമുക്ക് ഈ പുള്ളി വിളി നോക്കാം. ഇത് മൊത്തം ചാളമാണ് കേട്ടാ. മുകളിലത്തെ സീലിന്റെ അവസ്ഥ കണ്ടില്ലേ, ഓയിലാണത്. ഈ സംഭവമാണെങ്കിൽ ഊരി പറഞ്ഞില്ല, ഓയിലിൽ കടന്നിട്ട് പോലും റസ്റ്റ് ഓഫ് അടിച്ചിട്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും വെച്ച് തട്ടി ഇളക്കേണ്ടി വരും. നല്ല ടൈറ്റ് ഉണ്ട് വണ്ടി. ഇറങ്ങിയതിനു ശേഷം ഇതുവരെ ബെൽറ്റ് മാറി കാണില്ല, സീലും ഒന്നും ചെയ്ത് കാണില്ല.
അവസ്ഥ. കൊണ്ട് കേട്ടാ ക്രാങ്ക് ഓയിൽസിൽ ഊരിയെടുത്ത് ഇത് ലീക്കുണ്ട്. മെയിൻ ലീക്ക് ഇതല്ല കേട്ടോ, ടോപ്പിലത്തെ തന്നെ. അത് ഹാർഡായിപ്പോയി, ഊരിയെടുക്കാൻ തന്നെ പാടായിരുന്നു. അവസ്ഥ കണ്ടിട്ട് ഇതാണ് അവസ്ഥ. ഹാർഡായിപ്പോയി, സ്പ്രിങ് അടക്കം ഹാർഡായിപ്പോയി. പിന്നെ വാൾഡോർ ലീക്ക് ഉണ്ട് കേട്ടോ. വാൾഡോറൊക്കെ ചെറിയ കുഞ്ഞ് ലീക്കാണ്. ഓയിലേക്ക് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ചെയ്യേണ്ടി വരും. ഇതാണ് അവസ്ഥ. ഇനി മൊത്തം നല്ലപോലെ ക്ലീൻ ചെയ്യാം കേട്ടോ. ഈ സീലാണ് ലീക്ക്. അങ്ങനെ സീല് മേടിച്ചു കേട്ടോ. സീലിടാൻ പോവാണ്. ബോണ്ട് ശലം റെഡ് ബോണ്ട് പേസ്റ്റ് തുടങ്ങിയിട്ടാണ് കയറ്റിയത് കേട്ടോ. കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ കറിക്കുള്ളൂ. ഇത് മട്ടം നിന്നാൽ മതി കേട്ടോ, പുറത്ത് തള്ളാൻ പറ്റില്ല. മട്ടത്തിന് നിർത്തുക. ഇതാണ് മാർക്ക് കേട്ടോ, ആ ഡോട്ട് ക്രാങ്കിൻ്റെ. ക്യാമിൻ്റെ മാർക്ക് കണ്ടില്ലല്ല. ക്യാമിൻ്റെ മാർക്ക് ഈ വെട്ടാണ്, വേറെ വെട്ടൊന്നുമില്ല. ആ ഒരു വെട്ട് മാത്രം അങ്ങനെ വരും. തിരിച്ചിടാൻ പറ്റൂല കേട്ടോ. തിരിച്ചിട്ട് ആ വെട്ട് കിട്ടൂല. തിരിച്ചിടാൻ പറ്റില്ല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട്. ബെൽറ്റ് ആണെങ്കിലും ടൈം ബെൽറ്റ് വന്ന് മെയ്ഡ് ഇൻ കൊറിയ, വണ്ടി മെയ്ഡ് ഇൻ കൊറിയ. പിന്നെ സീല് അത് ഒറിജിനലാണ്, മെയ്ഡ് ഇൻ കൊറിയ. എല്ലാ സാധനവും ഒറിജിനലാണ് വാങ്ങിച്ചു തരണം. നമുക്ക് സീല് കയറ്റി ക്യാം അമർത്താം. അങ്ങനെ സീല് കയറ്റി കേട്ടാ. സീല് കയറ്റുമ്പോൾ നോക്കി സൂക്ഷിച്ച് കയറ്റണം. അപ്പോൾ എല്ലാം സെറ്റായി. അപ്പം ഞാൻ ബെൽറ്റ് ഇടാൻ പോവുകയാണ്. ബെൽറ്റ് ഇടുമ്പം ഹാരം ഉണ്ട് കേട്ടോ. ഹാരം മാർക്ക് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇടാൻ പാടില്ല, ഇങ്ങനെ ഇടാവൂ. ഇങ്ങോട്ടല്ലേ കറങ്ങണത്. അപ്പം ഹാരം നോക്കി ഇടുക. ബെൽറ്റ് ഇടുന്ന അങ്ങനെ പറഞ്ഞുതരാം. അങ്ങനെ ബെൽറ്റ് ഇട്ട് കേട്ടാ. നീ സ്പ്രിങ് ഇടണം. ഒന്ന് ഇവിടെ ലോക്കായിരിക്കും, ഇത് വന്ന് ഈ ബെയറിങ്ങിൽ ലോക്കാണ്. അപ്പം ആദ്യം ക്യാമറ വീഡിയോ എടുത്താലും ആരുമില്ല. ഒറ്റ കൈ കൊണ്ട് ചെയ്യാനും പറ്റില്ല. അതാണ് സംഭവം. എന്നാലും അതിൽ കയറി. ഇനി ഇതെടുത്ത് ഇട്ട് കൊടുക്കരുത്. എന്തെങ്കിലും സ്കൂട്ടർ തെന്നി ഇട്ട് കൊടുക്കണം. അപ്പം ഇട്ട് കൊടുക്കട്ടെ. അങ്ങനെ ഇട്ട് കേട്ടാ. അത് ഇവിടെയും ലോക്കായി, ഇതിലും ലോക്കായി. എന്നാൽ ബെൽറ്റ് ഇപ്പോഴും ലൂസാണ്. എന്തെന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ ബോൾട്ട് ടൈറ്റ് ചെയ്തു. ആ ബോൾട്ട് ലൂസ് ചെയ്യുമ്പം ടൈറ്റാവും ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കൊണ്ട്. അങ്ങനെ ബെൽറ്റ് ലൂസ് ടൈറ്റായി കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് ടൈറ്റാണ്. ഇതിൽ വേറെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് മാനുവലായിട്ട് സ്കൂട്ടറായിട്ട് നെരുക്കി ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അത്ര തന്നെ ടൈറ്റുണ്ട്. ഇനി ടൈമിങ് കറക്റ്റാണോ നോക്കാം. അപ്പം
ഇവിടുത്തത് ഇപ്പൊ ജസ്റ്റ് മാറി കിടക്കുകയാണ് കേട്ടോ. മോളത് എങ്ങനെ നോക്കട്ടെ, മോളത്തിന് താഴത്തെ സെയിം ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം അല്ലെങ്കിൽ ഈ സ്കൂട്ടർ ഇങ്ങനെ വെച്ചു കൊടുക്കണം, അപ്പോൾ അറിയാൻ പറ്റും. സെയിം ആണ് കേട്ടോ. അങ്ങനെ ടൈമിങ് സെറ്റ് ചെയ്ത് ഇത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഇത് നമുക്ക് ഇപ്പുറത്തെ സൈഡാണ് ടെൻഷനർ പറഞ്ഞത്. അപ്പം നമ്മൾ ടൈമിങ് കറക്റ്റ് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിനു ശേഷം ഈ ബെൽറ്റിനെ മുകളിൽ ക്യാമിൽ കറക്റ്റായിട്ട് ഫുള്ളും പിടിച്ചിടണം. എന്നിട്ട് മുകളിൽ കൈ കൊണ്ട് പിടിച്ചിട്ട് ഈ സൈഡ് വലിക്കണം. വലിച്ച് ടെമ്പറായിട്ട് ഈ ഗ്രൂവിൽ കയറ്റണം. എന്നിട്ട് കറക്കി കൊടുക്കുമ്പോൾ ഇവിടെ നല്ല ലൂസ് കിട്ടും. എന്നിട്ട് മാത്രമേ ചെയ്യാം. ഇവിടെ ലൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം കിടന്ന് കറങ്ങിപ്പോകും. അപ്പം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് മാക്സിമം ടൈറ്റ് ചെയ്യണം. ടെമ്പറായിട്ട് തന്നെ ഇവിടെ നിൽക്കണം ആദ്യമേ. എന്നിട്ട് ഇവിടെ കൈ വെച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ ടെൻഷനർ മുറുക്കി ടൈറ്റ് ചെയ്യാവൂ. എന്നാൽ മാത്രമേ കറക്റ്റ് ആവത്തുള്ളൂ. എല്ലാ ബെൽറ്റിനും അങ്ങനെയാണ് കേട്ടോ. ടെൻഷനർ ആ സൈഡ് പറഞ്ഞാൽ അങ്ങനെ. ഇപ്പം ഇപ്പുറത്ത് ടെൻഷനർ വരികയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് ടൈറ്റ് ചെയ്യണം. മിക്ക വണ്ടിക്ക് എല്ലാം ലെഫ്റ്റ് സൈഡിൽ തന്നെ പറഞ്ഞാൽ ടെൻഷനർ റൈറ്റ് വരണമെങ്കിൽ. ചില ബെൽറ്റ് ഉണ്ടല്ലോ പാമ്പ് പോലത്തെ ബെൽറ്റ്, പോളക്കൊക്കെ വരും. ഇത്രയേ ഉള്ളൂ, മാർക്ക് സെയിം ആണ് കേട്ടോ. സെയിം തന്നെ. ക്യാമറ നോക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നു. ഇതിലും മറക്കാൻ ഇപ്പം എല്ലാം ആയല്ലോ. ഇനി ക്രാങ്ക് സെൻസർ പഠിപ്പിക്കാം. ക്രാങ്ക് സെൻസർ ഇതിൽ വയർ കയറ്റണം കേട്ടോ. ടൈമിങ് കവർ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയറ്റുക. ഇങ്ങനെ ഇരിക്കുക. ബെൽറ്റിൽ കറക്റ്റായിരിക്കും, ടച്ച് ചെയ്യില്ല, ഈ കണക്കിനിരിക്കും. എന്നിട്ട് മുറുക്കാം. റസ്റ്റ് ഓഫ് ആണ് കേട്ടോ, MGPയുടെ റസ്റ്റ് ഓഫ്. അല്ല തുടച്ചിട്ട് ബെൽറ്റിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. തകിടാണ് ഇതിന്. ഇവിടുത്തെ വെട്ട് വലുത്, ഇവിടുത്തെ ചെറുതാണ്. പിന്നെ ഈ ഗാഡി ഇത്രയും ശ്രദ്ധിച്ച് വേണം കേട്ടോ. പിന്നെ തിരിച്ചാണോ മറിച്ചാണോ ഡൗട്ട് ഉള്ളവർക്ക് പഴയ പാട് കാണുമ്പോൾ അറിയാൻ പറ്റും. ആ ഹോൾസിന്റെ ഈ ഹോൾ ഇത്രയേ ഉള്ളൂ. ടൈമിങ് കവർ ഇടാം. ഗൈസ് എല്ലാം ആയി. ഇത് കയറ്റാൻ പോകണം. ഇത് ഫസ്റ്റ് പീസ്. ഈ ഹോള് സ്റ്റഡി നോക്കണം. ഈ ഹോള് പിന്നെ ഇതിലും 2 വാഷറുണ്ട് കേട്ടോ. ഇതിന് സ്റ്റഡി ഇല്ല, അതുകൊണ്ട് ഇത് എവിടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ പിടിച്ചോന്ന് പറഞ്ഞാൽ അതിൽ കയറ്റി കൊടുക്കുക. അപ്പോൾ അതിലെല്ലാം ആയി കേട്ടോ. ഹോള് കറക്റ്റായി കേട്ടോ. ഈ ഹോളിൽ കൂടെ കണ്ടാൽ സീല് കാണാൻ പറ്റും. അമ്മാതിരി സംഭവം. ഹോള് കറക്റ്റ്. അപ്പം മറ്റേ പുള്ളിയും കൂടെ എടുത്തിട്ടാ AC ഇതിന് മറ്റേ സ്റ്റേഡിയം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഇടാം. അത്രേ ഉള്ളൂ.
ഇത്രയുള്ളൂ ഗായ്സ്. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ടൈറ്റ് ചെയ്യുക. 2 ബെൽറ്റ് ഇട്ടതിന് ശേഷം മെയിൻ ബോൾട്ട് പൈപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യുക. കുറച്ച് ഓവർ ടൈറ്റ്. നമ്മളെ പവർ. അപ്പം സാൻഡ്രോയുടെ ടൈമിങ് ചെയ്യണ കണ്ടല്ലോ. ഇത്ര സിമ്പിളെന്ന് പറയാനൊന്നുമില്ല കേട്ടോ. കഞ്ഞിയാണെന്ന് പറയാണെങ്കിൽ ചടങ്ങാണ് കേട്ടോ. ബാക്കിയുള്ള വണ്ടി അപേക്ഷിച്ച് പാടാണ്. ചെയ്തല്ലേ പറ്റൂ അല്ലേ? അപ്പൊ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ 4 ബോൾട്ട് നമ്മളെ നോർമൽ ടൈറ്റ് മതി കേട്ടോ. കുറച്ച് കൂടുതൽ ടൈറ്റ് ചെയ്താൽ പൊട്ടിപ്പോകും. ഇത് നല്ലപോലെ ടൈറ്റ് ചെയ്യണം. കുറച്ച് ലിവറേജ് ഇട്ട് തന്നെ ടൈറ്റ് ചെയ്യണം. ഇനി 2 ബെൽറ്റ് പുതിയത് മേടിച്ചു കേട്ടോ. ഒരെണ്ണം AC ബെൽറ്റ്, ഒരെണ്ണം 2 ബെൽറ്റ് 2 നമ്പറാണ് കേട്ടോ. AC ബെൽറ്റിനൊന്ന് ചെറുതാണ്, 4PK കാണാൻ പറ്റണോ? 4PK 767. ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് വന്ന് 4PK 875. 2 ടൈപ്പ് ബെൽറ്റാണ്. 2 4PK ആണ്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. ബാൻഡോ നമ്മളെല്ലാം ഒറിജിനലാണ് വാങ്ങിച്ചിട്ടിരിക്കണത് കേട്ടോ ഗൈസ്. നമ്മൾ ഇതൊക്കെ ഏത് വേണമെങ്കിലും വാങ്ങിച്ചിടാം. ഇതൊക്കെ പുറത്ത് പറഞ്ഞ ബെൽറ്റാണ്. എന്നാൽ ആ ടൈമിംഗ് ബെൽറ്റും അതിൻ്റെ ഓയിൽ സീലും ഏത് വണ്ടി ആയാലും അതിൻ്റെ ആയിട്ടുള്ള നല്ല മാക്സിമം എത്ര ഒറിജിനൽ കിട്ടുമോ ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ ഒറിജിനൽ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള തന്നെ വാങ്ങിച്ചിടണം. അതൊക്കെ ഇളക്കൂല. ഇനി ഇത് എപ്പോഴാണ് ഇളക്കണേ? ഇതെങ്ങനെ നോക്കിയാലും ഇനി ഒരു 60,000 കിലോമീറ്റർ ഓടാതെ വേറെ ആവശ്യത്തിന് ഇളക്കാൻ ഇതിനു വേണ്ടി ഇളക്കണ്ട. ടൈം ബെൽറ്റ് മാറാൻ വേണ്ടി ഇനി ഇളക്കേണ്ട ആവശ്യമില്ല. സാധാരണ അതൊക്കെ 80,000 60,000 ആ റേഞ്ചാണ്. അപ്പോൾ അത്രയ്ക്കും കിലോമീറ്റർ ഓടണമുണ്ട്. ഇത്രയും മെനക്കേടുള്ള പണി ആയതുകൊണ്ട് നല്ലത് തന്നെ വാങ്ങിച്ചിടുക കേട്ടാ. അങ്ങനെ ഹോൾഡർ ബെൽറ്റ് ഇട്ട് ഈ ബെൽറ്റ് ക്യാനുള്ള അപ്പം കറക്കി കൊടുക്കാം. ലൂസാണ് കേട്ടോ. കറങ്ങി വീഴുന്നപ്പം ലൂസായി. അപ്പം നമ്മൾ ടൈറ്റ് ചെയ്യണം. അത്ര തന്നെ. ബാക്കി വല്ലതും ആയി. മെയിൻ ബോൾട്ട് ടൈറ്റ് ചെയ്യണം. ലൂസായിട്ട് ടൈറ്റ് ചെയ്യാം. അതിന് ടൈറ്റ് ചെയ്യേണ്ട എവിടെയെന്ന് വെച്ചാൽ ഇതാണ് സംഭവം. കാണാൻ പറ്റണം. ഒരു 12 ബോൾട്ട് കണ്ടില്ലേ? ഇങ്ങനെ നേരെ നമ്മളെ നേരെ നിൽക്കണം. ഈ ബോൾട്ട്, ആ ബോൾട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഈ സൈഡിലത്തെ ബോൾട്ട് ടൈറ്റ് ചെയ്യണം. ഇത് അഡ്ജസ്റ്റിംഗ് ആണ്. ഈ ബെൽറ്റ് അങ്ങനെ ടൈറ്റ് ആവും. ഓൾട്ടർനേറ്ററും അതുപോലെ തന്നെ. അതും ഇതുപോലെ തന്നെ. ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് മറ്റേ ബോൾട്ട് ടൈറ്റ് ചെയ്യുക. ഇത് അഡ്ജസ്റ്റിംഗ്. ഇത് ടൈറ്റ് ചെയ്തും തോറും ഓൾട്ടർനേറ്റർ അങ്ങോട്ട് ചരിഞ്ഞു കൊടുക്കും. അത്രേ ഉള്ളൂ. ഈ 2 ബെൽറ്റ് ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും. ഫൈനലായിട്ട് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് സ്റ്റിക്കും കൂടെ പിടിപ്പിച്ച ഓയിൽ സ്റ്റിക്കാണ് കേട്ടോ. ഓയിലിൻ്റെ ലെവലൊക്കെ അറിയാനുള്ള സ്റ്റിക്ക്. അതും കൂടെ പിടിപ്പിച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എയർ ഫിൽറ്റർ വയ്ക്കണ്ട. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വാൾഡോർ ലീക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതും കൂടെ ഇളക്കാന്ന് വിചാരിച്ച് ഇളക്കിയപ്പോൾ കണ്ടതാണ് കവറ് കണ്ടപ്പോൾ ഇതാ പുതിയതുപോലെ ഇരിക്കണം. ഇതാ ഇവിടെ നോക്കിയാണ്. ഇതാണ് അവസ്ഥ. അലുവ കണ്ട അലുവ. ഓയിലാണ് കേട്ടാ. ഓയിൽ മാറാതെ ഓടണോണ്ടുള്ള കുഴപ്പങ്ങൾ കണ്ടില്ലേ? ഇതൊന്നും ഒരിക്കലും
ഒരിക്കലും മാറൂല. നമ്മൾ ഒരിക്കൽ ഓയിൽ മാറാൻ മടിക്കുമ്പം ഉണ്ടാകുന്ന സംഭവമാണ് ഇത്. ഒരിക്കലും എന്ത് ചെയ്താലും മാറൂല. മൊത്തത്തിൽ പൊളിച്ച് ചെയ്താൽ മാത്രമേ ഈ സംഭവം മാറുള്ളൂ. ഇതിങ്ങനെ തന്നെ ഇരിക്കും. എന്ത് ഓയിൽ ഒഴിച്ചാലും ഇത് ഇരുന്നോളും. ഒഴിക്കണ ഓയിൽ പെട്ടെന്ന് കറക്കും, പെട്ടെന്ന് ഡാമേജ് ആവും. എത്ര കൂടി ഓയിൽ ഒഴിച്ചാലും ഇത് തന്നെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ടൈമിൽ ഓയിൽ മാറാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നമ്മളെ കണ്ണിൽ തന്നെ ഇത്ര ഇങ്ങനെ കാണണം. അപ്പം ഇതിന്റെ ക്രാങ്ക് കേസിൽ, ഇതിന്റെ എഞ്ചിന്റെ പാർട്സിൽ, ആ ഓയിൽസിൽ പോകാൻ കാരണം ഇത് കാരണമായിരിക്കും ചിലപ്പോൾ. ഇത്രയും അരക്ക് കണക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഇപ്പം നമ്മൾ ഓയിൽ മാറിയില്ല. അപ്പം ആ സീല് മാറാതെ ഇപ്പോൾ പുതിയ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ കട്ടി കുറവാണല്ലോ, നല്ല പ്രഷറിൽ ലീക്കായാണ്. അല്ലെങ്കിൽ ഓയിലിന്റെ കളർ നോക്കണം. ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഗൈസ്. ചിലവർ പറയും ഫ്ലഷ് ചെയ്താൽ മാറും, കുറച്ചൊക്കെ മാറും. 100% മാറുമായിരിക്കും. എന്നാലും ഈ അരക്കൊന്നും പോവില്ല, അതൊന്നും ഒരിക്കലും പോവില്ല ഈ സംഭവം. അതുകൊണ്ട് നിങ്ങൾ വണ്ടി ഓടിക്കണവർ ശ്രദ്ധിക്കേണ്ടത് ഓയിലും വെള്ളവും ഒക്കെ മെയിനായിട്ട് കറക്റ്റ് സമയത്ത് മാറുക. പൈസ ഇല്ലെങ്കിൽ അവിടെ വണ്ടി ഓടാതെ ഇരിക്കുക, ഓടാതെ ഇടുക. പൈസ കിട്ടിയതിന് ശേഷം ഓയിൽ മാറിയതിന് ശേഷം ഓടുക. പൈസ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ചിലർ ഓടും. അങ്ങനെ ഓടിയതാണ് ഈ സംഭവം. ഇതുകൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഒരു ആവശ്യം ഇളക്കുമ്പോഴേ എഞ്ചിൻ്റെ ബോൾട്ടൊക്കെ അഴിക്കുമ്പം എല്ലാം ഒടിഞ്ഞ ഇളവുള്ളൂ. ഒടിഞ്ഞ ഇളവുമല്ലാതെ ചിലതൊന്നും ഇളവൂല. അപ്പം നമുക്ക് ആ വാൾ ഡോർ പാക്കിങ് കൂടെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കപ്പം. വാൾ ഡോർ പാക്കിങ് പുതിയത് ഇപ്പം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മാത്രമോ ഇങ്ങനെ തുടച്ചെടുക്കാന്ന്. എടുത്തിട്ട് കാര്യമില്ല. എന്നാ എഞ്ചിന് മൊത്തം ഇത് തന്നെയാണ് സംഭവം. അതുകൊണ്ട് ജസ്റ്റ് ഫ്ലഷ് ചെയ്യാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയെന്ന് വെച്ചാൽ 1 ലിറ്റർ ഗിയർ ഓയിലും എടുത്ത് 1 ലിറ്റർ ഡീസലും എടുത്ത് ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇടുക. റൈസ് ചെയ്യാൻ പാടില്ല. ഒരു 10-15 മിനിറ്റ് ഇട്ടിട്ട് ആ ഡീസൽ കൊണ്ട് പോവാനതൊക്കെ പോട്ടെന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എൻ്റെ ഫ്ലഷിങ് ഓയിലും കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പൂർണ്ണമാവില്ല, എന്നാലും കുറച്ചൊക്കെ മാറും. അപ്പം അത്രയ്ക്കും വ്യത്യാസം കിട്ടും. ഓഫ്, ഇവിടെ കണ്ടോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം വാൾഡോ പാക്കി മാറാം. നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ടൈമിങ് സെറ്റാക്കി പൊളിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഓയിൽ ഒഴിക്കണം. ഓയിൽ തുറന്ന് കിട്ടും. പിന്നെ ഫിൽറ്റർ മാറി ഈ പാക്കിങ് മാറി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഫിൽറ്റർ മാറി ഓയിലൊക്കെ തുറന്ന് വിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഗായ്സ്. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എഞ്ചിൻ ഓയിൽ മാറി, വാൾ ഡോർ പാക്കിങ് മാറി, ബാറ്ററി കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം നമുക്ക്. ഈ വണ്ടി 63,201 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. 63,201. ഇഗ്നിഷൻ ഓണായി, ന്യൂട്രായി. അപ്പം ഇഞ്ചിൻ്റെ മെയിൻ ബോൾട്ട് മുറുക്കണം. ലാസ്റ്റ് മുറുക്കിയില്ല. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓഫ് സ്മോൾ ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ട് ആയിട്ടാ. അതാ സൗണ്ട് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ടൈമിംഗ് ഒക്കെ പക്കയാണ് കേട്ടോ. ടൈമിംഗ് ഒരു പല്ല് മാറുകയാണെങ്കിൽ കുറച്ച് നീട്ടി അടിക്കും, അതുവരെ പക്കയാണ്. അപ്പം ലെവലാണ് പണി. ഇന്ന് ഞാൻ പറയാൻ പാടില്ല, നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ക്യാമറയിൽ പുക പറഞ്ഞാൽ കാണാം അല്ലേ? നിങ്ങൾ വിചാരിക്കും വണ്ടി പുകയാണെന്ന്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇവിടെ കൊതുവിന്റെ ശല്യം, അതുകൊണ്ട് പുകയ്ക്കുകയാണ് ഞാൻ. നമുക്ക് മെയിൻ ബോൾട്ട് മുറുക്കി ആ വീല് മുറുക്കി സെറ്റാക്കാം. എന്നിട്ട് നമുക്ക് ഓട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഡിഫറൻസ് വർക്ക് ചെയ്യാനായിട്ടാണ് പ്ലാന്. ഇതൊക്കെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ.
അപ്പം നമ്മൾ ആ ഏവിയുടെ ഇത് ചെയ്തില്ലേ ഗിയർ ലെവർ, അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് വർക്കും ഓൾഡ് വണ്ടി, പിന്നെ കുറച്ച് ഡിഫറൻസ് വർക്ക്. ആരും ഓൾട്രേഷൻ മീൻസ് വണ്ടി ഓൾട്രേഷൻ അല്ല, മെക്കാനിക് വർക്കിൽ ഓൾട്രേഷൻ ഉണ്ടല്ലോ അത്. അപ്പം ബൈ സീ യു. അപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെന്ന് വെച്ചാൽ കുറച്ചും കൂടെ റീച്ച് കിട്ടിയാൽ മാത്രമേ എനിക്ക് നല്ല വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് വീഡിയോസ് ഉണ്ട്, ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാൽ ഇടാൻ പറ്റില്ല, വ്യൂസ് ഒന്നുമില്ല. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. വാവ്, ഓഫ് റോഡാണ് കേട്ടോ ഗൈസ്. അപ്പൊ നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. AC ഇട്ടിട്ടും AC വർക്കിംഗ് അല്ല. ഓ മൈ ഗോഡ്, നല്ല ആകാശത്തിന്റെ വൈവ് ഉണ്ട്. ഇപ്പം മഴ പെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. വണ്ടി ക്രാങ്കടി ഉണ്ട് കേട്ടോ, വണ്ടിക്ക് ക്രാങ്കടി ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ കിട്ടി. അത് ഓയില് മാറാത്തോണ്ടാണ് കേട്ടോ. ഈ വണ്ടി വന്നപ്പോ ഓയിലില്ല, സ്റ്റിക്കില് ഓയിലില്ല. അങ്ങനെയാണ് ഓയിൽ ലീക്ക് ചെയ്യണത്. അങ്ങനെ പറഞ്ഞോണ്ടാണ് കസ്റ്റമർ ചെയ്തത്, അല്ലെങ്കിൽ പറയണ കുഴപ്പമില്ല, എങ്ങനെ ഓയിൽ മാറി തന്നായിരുന്നു. ഓയിൽ ഒഴിച്ച് ലീക്കാ, ഒമ്പത് ലീക്കാണ്. ഓയിൽ കാണുമ്പോ അറിയാൻ പറ്റില്ല, സ്റ്റിക്കിൽ ഒരു തുള്ളി ഓയിൽ കാണിക്കണ്ട. അങ്ങനെ ചെയ്ത്. അപ്പൊ നിങ്ങള് വണ്ടി വാങ്ങാനല്ല വിഷയം, വണ്ടി മെയിൻ്റെനൻസ് ചെയ്യാനാണ് വിഷയം. നിങ്ങള് അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം.